നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഞ്ചാവ് മാഫിയയുടെ കളിത്തോഴിയായി വളർന്ന ഒടുവിൽ ഒരു 19-കാരന്റെ ചോരയിൽ മുങ്ങിയ നെട്ടൂർ ഫഹദ് വധക്കേസിലെ കൊടും കുറ്റവാളി നിവ്യ എന്ന ശ്രുതിക്കെതിരെ അന്വേഷണം സജീവമാക്കി പോലീസ്. ഡസനോളം കേസുകളിൽ പ്രതിയായ ഈ ക്രിമിനൽ മടയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയത് സ്വന്തം അമ്മയുടെ വാരിയെല്ല് കമ്പിപ്പാരയ്ക്കടിച്ചു തകർക്കാനായിരുന്നു. ഫേസ് ക്രീം മാറ്റിവെച്ചതിനെ ചൊല്ലിയുള്ള തർക്കമെന്ന് പുറമേ പറയുന്നതെങ്കിലും ലഹരിപ്പണത്തിന് വേണ്ടിയുള്ള തർക്കമാണ് 70-കാരിയായ സരസുവിനെ ആക്രമിക്കാൻ നിവ്യയെ പ്രേരിപ്പിച്ചത്. നിവ്യയുടെ പഴയ കേസുകളിലെ ജാമ്യം റദ്ദാക്കാനും പോലീസ് നടപടി എടുക്കും. ഫഹദിന്റെ ചോര പുരണ്ട കൈകൾ 2020-ൽ കൊച്ചിയെ നടുക്കിയ ഫഹദ് ഹുസൈൻ വധക്കേസിലെ വില്ലത്തിയാണ് നിവ്യ. 3.5 കിലോ കഞ്ചാവുമായി ജയിലിലായിരുന്ന നിവ്യയെ മോചിപ്പിക്കാൻ ഇടുക്കിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും എത്തിയ 2 ലഹരി സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊലയാളി സംഘങ്ങൾക്ക് ഗൂഢാലോചന നടത്താൻ താവളമൊരുക്കിയതും ലഹരി സംഘങ്ങളെ തമ്മിലടിപ്പിച്ചതും നിവ്യ എന്ന ഈ യുവതിയായിരുന്നു. ലഹരി മാഫിയകൾക്കിടയിൽ ഇവർക്കുള്ള സ്വാധീനം പോലീസിനെ പോലും ഞെട്ടിപ്പിക്കുന്നതാണ്. തൃശൂർ വിയ്യൂർ ജയിലിൽ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന 2 കാമുകന്മാർ തമ്മിലുള്ള തർക്കം ഒരു യുവാവിന്റെ ജീവനൊടുക്കുന്നത് വരെ എത്തിച്ച ഈ ഫേം ഫറ്റാലാണ് ഈ കൊടും ക്രിമിനൽ. പെറ്റമ്മയെ കമ്പിപ്പാരയ്ക്കടിച്ച് ഒടിച്ച് നെട്ടൂർ കേസിൽ ജാമ്യത്തിലിറങ്ങിയ നിവ്യ പനങ്ങാട്ടെ വീട്ടിൽ അമ്മ സരസുവിനെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. ഈ മാസം 19-ന് വൈകിട്ട് 6 മണിയോടെ അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച ക്രൂരമായി മർദ്ദിച്ച ശേഷം കമ്പിപ്പാര എടുത്ത് നെഞ്ചിലും വാരിയലിലും ആഞ്ഞടിച്ചു. നിന്നെ കൊല്ലുമടിയെന്ന് ആക്രോശിച്ചുകൊണ്ടുള്ള ആക്രമണത്തിൽ സരസുവിന്റെ വാരിയലുകൾ പൊട്ടി ശ്വാസകോശത്തിൽ വരെ പരിക്കേറ്റു. അമ്മ പരാതി നൽകിയെന്ന് അറിഞ്ഞതോടെ ലഹരി സംഘങ്ങളുടെ സഹായത്തോടെ വയനാട്ടിലേക്ക് ഒളിവിൽ പോയ നിവ്യയെ പോലീസ് സാഹസികമായാണ് പിടികൂടിയത്. റൌഡി ലിസ്റ്റിലേക്കും കാപ്പയിലേക്കും അറസ്റ്റ് ചെയ്ത സ്റ്റേഷനിലെത്തിച്ചപ്പോഴും പോലീസിന് നേരെ തട്ടിക്കയറുന്ന നിവ്യയുടെ CCTV ദൃശ്യങ്ങൾ ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമാക്കുന്നതാണ്. 5 വയസ്സുള്ള മകനെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയ പോലീസ് നിവ്യയെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിലാണ്. സ്ഥിരം കുറ്റവാളിയായ നിവ്യക്കെതിരെ കാപ്പ ചുമത്തി നാടുകടത്താനോ കരുതൽ തടങ്കലിൽ വെക്കാനോ ആണ് സിറ്റി പോലീസിന്റെ തീരുമാനം. കൊച്ചിയിലെ ക്രിമിനൽ സംഘങ്ങളുടെയും കഞ്ചാവ് മാഫിയയുടെയും സുരക്ഷിത താവളമായി മാറിയ നിവ്യയുടെ ക്രിമിനൽ സാമ്രാജ്യം ഒന്നൊന്നായി പൊളിക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം. എന്തായാലും ആരും കണ്ടിട്ടില്ലാത്ത തരത്തിൽ തന്നെയാണ് നിവ്യയുടെ ഈ ക്രിമിനൽ സംഘമൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. 10 വർഷത്തോളമായി പനങ്ങാട് താമസിക്കുകയാണ് സരസുവും കുടുംബവും. വീടുകളിൽ ജോലിക്ക് പോയാണ് സരസു കഴിയുന്നത്. 2 പെൺമക്കളിൽ മൂത്തയാൾ വിവാഹം കഴിച്ച ഭർത്താവിന്റെ വീട്ടിലാണ്. എന്നാൽ നിവ്യ 20 വയസ്സിന് ശേഷം കഞ്ചാവ് ആക്രമി സംഘങ്ങളുടെ കൂട്ടുകെട്ടിൽ പെടുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. ക്രമേണ പനങ്ങാടും നെട്ടൂരും കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനയുടെ പ്രധാനികളിൽ ഒരാളായി നിവ്യ മാറി. ഇതിനിടെ നിവ്യയുടെ വിവാഹം കഴിഞ്ഞതായും വൈകാതെ വേർപിരിഞ്ഞതായും വിവരമുണ്ട്. ഒരു തട്ടിക്കൊണ്ടുപോക്കൽ കേസിലും ഉൾപ്പെട്ടു. ഇതിനുശേഷമായിരുന്നു കൊലപാതകം. കഞ്ചാവ് കടത്തൽ കേസുകളിൽ പ്രതിയായതും ജാമ്യം ലഭിച്ചു. കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം കഞ്ചാവും വിൽപ്പന ശക്തമായപ്പോഴാണ് നിവ്യയുടെ ജീവിതവും വഴിമാറിയത്. കഞ്ചാവും കടത്തിന് അറസ്റ്റും പിന്നീട് ഇതിന്റെ പേരിലുണ്ടായ തർക്കത്തിന് പിന്നാലെ 2-3 സംഘങ്ങൾ ഉൾപ്പെടെ കൊലപാതക കേസും. 2020 ജൂലൈ 24-ന് 3.5 കിലോ കഞ്ചാവുമായി നിവ്യയെ പനങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നിവ്യയുടെ സുഹൃത്തും ഇടുക്കി അടിമാലി ആനച്ചൽ സ്വദേശിയുമായ ജാൻസൺ ജോസ്, അടിമാലി സ്വദേശി വിഷ്ണു സുരേന്ദ്രൻ എന്നിവരും ഒപ്പം അറസ്റ്റിലായിരുന്നു. നിവ്യയ്ക്ക് സെപ്റ്റംബർ 9-നാണ് ജാമ്യം ലഭിക്കുന്നത്. ഇവർക്ക് കഞ്ചാവ് വിതരണം ചെയ്തിരുന്ന ഇടുക്കി സ്വദേശിയായ സുഹൃത്തും സംഘവും ജാമ്യത്തിലിറങ്ങിയ നിവ്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ തൃശൂർ വിയ്യൂരിലെ ജയിലിലെത്തി. ഈ സമയത്ത് ആലപ്പുഴക്കാരനായ മറ്റൊരു കഞ്ചാവ് വിതരണക്കാരനും സംഘവും നിവ്യയെ കൂട്ടിക്കൊണ്ടുപോകാനായി എത്തിയിരുന്നു. എന്നാൽ നിവ്യ ഇടുക്കി സംഘത്തിനൊപ്പം പോയി. ഇക്കാര്യം ആലപ്പുഴ സംഘം ഈ ജാൻസിനെയും കൂട്ടുകാരെയും അറിയിച്ചു. തുടർന്ന് ജാൻസനും കൂട്ടുകാരും നിവ്യയും സംഘവും കഴിഞ്ഞിരുന്ന വീട്ടിലെത്തിയെങ്കിലും അവർ അവിടെ നിന്നും കടന്നിരുന്നു. തുടർന്ന് ജാൻസൺ സംഘവും വീടിന് മുന്നിലുണ്ടായിരുന്ന കാറും മറ്റും തകർക്കുകയും ഇടുക്കി സംഘത്തിന്റെ മൊബൈൽ ഫോൺ കൈവശപ്പെടുത്തുകയും ചെയ്തു. മൊബൈൽ ഫോൺ വീണ്ടെടുക്കാൻ ഇടുക്കി സംഘം കൊച്ചിയിലുള്ള കഞ്ചാവ് ചില്ലറ വിൽപ്പനക്കാരുടെ സഹായം തേടിയെന്നാണ് റിപ്പോർട്ട്. ഈ സംഘത്തിലുണ്ടായിരുന്ന ആളായിരുന്നു ഫഹദ് ഹുസൈൻ എന്ന 19-കാരൻ എന്നും റിപ്പോർട്ടിൽ പറയുന്നു. മൊബൈൽ ഫോണിന്റെ പേരിലുള്ള തർക്കം സംസാരിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞ് സംഘങ്ങളെല്ലാം നെട്ടൂർ INTUC ജംഗ്ഷന് സമീപം ഒത്തുചേർന്നു. ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ആലപ്പുഴ സംഘത്തിലെ നിതിൻ S നായർ ഫഹദിനെ കുത്തടഞ്ഞെങ്കിലും കൈക്ക് ആഴത്തിൽ മുറിവേറ്റ ഫഹദ് അവിടെ നിന്നും ഓടി റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. വൈകാതെ മരിക്കുകയും ചെയ്തു. കട്ടനാട് കാട്ടിലും കളമശ്ശേരി HMD കോളനിയിലും ഒളിവിൽ കഴിഞ്ഞിരുന്ന ആക്രമികൾ മിക്കവരെയും പോലീസ് വൈകാതെ തന്നെ അറസ്റ്റ് ചെയ്തു. ഇവർക്ക് ഒളിവിൽ താമസിക്കാൻ സൗകര്യമൊരുക്കിയ വടകര സ്വദേശി അനില മാത്യു എന്ന യുവതിയും അറസ്റ്റിലായി.
കുത്താൻ ഉപയോഗിച്ച കത്തിക്ക് പുറമെ അനിലയുടെ സ്കൂട്ടറിൽ നിന്ന് വിൽപ്പനയ്ക്കുള്ള കഞ്ചാവും പിടികൂടിയിരുന്നു. വൈകാതെ നിവ്യ അടക്കമുള്ളവരും അറസ്റ്റിലായി. 25ഓളം പ്രതികളുള്ള കേസിൽ 2020 ഡിസംബറിൽ തന്നെ പനങ്ങാട് പോലീസ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.